പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചപ്പോൾ മുന്നണികളെ പ്രതിസന്ധിയിലാക്കി വിമത സ്ഥാനാർത്ഥികൾ. ആലപ്പുഴ രാമങ്കരയിൽ CPI പോര്. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർക്കെതിരായ മത്സരത്തിൽ നിന്ന് ബിനു ജേക്കബ് പിന്മാറിയില്ല. കൊണ്ടുപിടിച്ച അനുനയ ശ്രമങ്ങൾ പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല എന്നുള്ളതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് ചിത്രം. കൂടുതൽ വിമത ഭീഷണി നേരിടുന്ന കോൺഗ്രസിന് വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരത്തിൽ നിന്ന് ജഷീർ പള്ളിവയലിനെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞത് ആശ്വാസമായി. സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവ് ഏറ്റിട്ടുണ്ട്. ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ്. എന്നാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർക്കെതിരെയുള്ള മത്സരത്തിൽ നിന്ന് വിമതൻ ബിനു ജേക്കബ് പിൻവാങ്ങിയിട്ടില്ല. വിമതർക്ക് മുന്നറിയിപ്പുമായി കോഴിക്കോട് DCC നേതൃത്വം രംഗത്തെത്തി. 48 മണിക്കൂറിനുള്ളിൽ അവർ മത്സരരംഗത്ത് പിന്മാറി UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുള്ള പ്രഖ്യാപനം നടത്തണം. വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറികൾക്ക് വേദിയാകുന്നത് ആലപ്പുഴയാണ്. പുന്നമടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പുന്നമട വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് അടക്കം 27 പേർ രാജിവെച്ചു. രാമങ്കരിയിൽ LDFനകത്തെ പോര് പരസ്യമായി. CPIയുടെ 5 സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. പത്രിക പിൻവലിപ്പിക്കാനുള്ള CPIM ശ്രമം ഫലം കണ്ടില്ല. പരസ്പരം പോർ വിളിച്ച് CPIM ലോക്കൽ സെക്രട്ടറിയും CPI കുട്ടനാട് നോർത്ത് മണ്ഡലം സെക്രട്ടറിയും. CPIയുടെ 6 പേരും ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. CPIക്കാർ ചില പ്രദേശങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ആ മത്സരം കൊണ്ട് അവരുടെ ഇവിടുത്തെ ബലം തെളിയിക്കാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി അവരുടെ ബലം മനസ്സിലാക്കി പിരിഞ്ഞു പൊക്കോളും എന്നുള്ളതാണ്. ആലപ്പുഴ നഗരസഭയിലും CPIമിന് വിമതനുണ്ട്. കോട്ടയം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിലെ UDF വിമത സ്ഥാനാർത്ഥി റെജി M. ഫിലിപ്പോസ് പിന്മാറി. ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന് 4 വിമതരാണുള്ളത്. നഗരസഭാ മുൻ അധ്യക്ഷ ബീന ജോബിയും വിമത സ്ഥാനാർത്ഥിയാണ്. നെടുങ്കണ്ടം രാജക്കാട് പഞ്ചായത്തുകളിലെ 3 വാർഡുകളിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കും. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്കിൽ 3 കോൺഗ്രസ് വിമതർ പത്രിക പിൻവലിച്ചു. 2 പേർ മത്സരരംഗത്തുണ്ട്. പാലക്കാട് LDFലാണ് പ്രതിസന്ധി. കാവശ്ശേരി പഞ്ചായത്തിൽ LDFന്റെ 2 പത്രികകൾ തള്ളി. തൃത്താലയിലെ 4 പഞ്ചായത്തുകളിൽ CPI നേർക്കുനേർ പോരാട്ടമാണ്. മണ്ണാർക്കാട് CPIമിനെതിരെ പോരാടാനുറച്ച് PK ശശി അനുകൂല വിഭാഗം രംഗത്തുണ്ട്. 3 പഞ്ചായത്തുകളിലെ ഓരോ വാർഡുകളിലും ശ്രീകൃഷ്ണപുരം കാരക്കുറിശി ഡിവിഷനിലും PK ശശി വിഭാഗത്തെ UDF പിന്തുണയ്ക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.